കൊല്ലം ജില്ലാ സെക്രട്ടറി റെയിൽവേയുടെ ഉപകരണങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നു. മലപ്പുറം ജില്ലാ സെക്രട്ടറി മരിച്ച ആളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കവർന്നെടുക്കുന്നു. ക്രിമിനലുകളെ മാത്രമാണോ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായി നിയമിക്കുന്നത് എന്ന ചോദ്യമുയർത്താൻ ആർജവമുള്ള ഒരു മാധ്യമവും ഇന്ന് കേരളത്തിലില്ല. മരിച്ചുപോയ ആളുടെ പേരിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തതായി ഒരു വാർത്ത 24 വാർത്താ ചാനലിലും മീഡിയ വണ്ണിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആരാണ് ഇങ്ങനെ മനസാക്ഷിയില്ലാത്ത ഒരു ക്രൂരകൃത്യം ചെയ്യുക എന്ന് മലയാളികൾ ആശങ്കപ്പെടുന്നുണ്ടാവും. മരിച്ചുപോയവരുടെ പേരിലുള്ള പെൻഷൻ തട്ടിയെടുക്കുക, മനസാക്ഷിയുടെ കണികയെങ്കിലുമുള്ളവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ല. വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങളെന്ന നോവലിൽ തെനാർദിയർ എന്നൊരു കഥാപാത്രമുണ്ട്. മരിച്ചുപോയവരുടെ കയ്യിൽ നിന്നും അവരുടെ ആഭരണങ്ങളും പണവുമെല്ലാം മോഷ്ടിക്കുന്ന ഒരു കുറ്റവാളിയാണ് തെനാർദിയർ. ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കഥാപാത്രമായാണ് തെനാർദിയറെ വായനക്കാർ കണക്കാക്കുന്നത്. എന്നാൽ ഒരു സാഹിത്യകാരൻ്റെ മനസ്സിലെ ഭാവന മാത്രമല്ല, നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ചില ദുഷ്ടമനസ്സുകൾ ഇങ്ങനെയുമുണ്ട് എന്ന് ഈ വാർത്ത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ വാർത്തയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. മീഡിയ വണ്ണിലും 24 വാർത്താ ചാനലിലും പ്രത്യക്ഷപ്പെട്ട മരിച്ച ആളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തു എന്ന വാർത്തയിൽ ആരാണ് തട്ടിയെടുത്തത് എന്നില്ല. ആരാണ് ഈ മനസാക്ഷിയില്ലാത്തവൻ? മരിച്ചവരുടെ പേരിൽ പോലും തട്ടിപ്പ് നടത്തുന്ന മനുഷ്യനെന്ന പ്രയോഗത്തിന് അർഹതയില്ലാത്ത ആൾ ആരാണ്? അത് ഇവർ പറയുന്നില്ല. അതറിയണമെങ്കിൽ കൈരളി ചാനൽ കാണണം. കൈരളിയിൽ ഈ വാർത്ത ആരാണ് തട്ടിപ്പ് നടത്തിയത് എന്നത് സഹിതം കൊടുത്തിരിക്കുന്നു. തട്ടിപ്പ് നടത്തിയത് മറ്റാരുമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. വെറും നേതാവല്ല, ജില്ലാ സെക്രട്ടറിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് മരിച്ചുപോയ ആളുടെ പേരിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തത്. ഈ വാർത്തയാണ് മറ്റു ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ തട്ടിപ്പുകാരനായ പ്രതിയെ രക്ഷിക്കാൻ പേരുവിവരങ്ങൾ മൂടി വെക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി അറസ്റ്റിലായത് റെയിൽവേയുടെ വസ്തുവകകൾ മോഷ്ടിച്ച് വിൽക്കുന്നതിനിടയിലാണ്. റെയിൽവേ ഉപകരണങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നതിനിടയിൽ കൊല്ലം ജില്ലാ സെക്രട്ടറി റെയിൽവേയുടെ ഉപകരണങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നു. മലപ്പുറം ജില്ലാ സെക്രട്ടറി മരിച്ച ആളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കവർന്നെടുക്കുന്നു. ക്രിമിനലുകളെ മാത്രമാണോ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായി നിയമിക്കുന്നത് എന്ന ചോദ്യമുയർത്താൻ ആർജവമുള്ള ഒരു മാധ്യമവും ഇന്ന് കേരളത്തിലില്ല.